ഏറ്റവും കൂടുതൽ ഈ മുന്നണികളും പ്രചരണ വിഷയമാക്കുന്നത് CAA വിഷയമാണ്. CAA വിഷയത്തിൽ ഉണ്ടായ സംഭവങ്ങളും അതിനെതിരെ ഇപ്പോൾ എല്ലാ മുന്നണികളും സുപ്രീം കോടതി സംബന്ധിച്ച വിഷയമാണ്. ഈ ഒരു കാര്യം മലപ്പുറത്ത് തിരിച്ചടിയാകാൻ വേണ്ടിയിരിക്കുന്നത് കരുതുന്നു. ഈ CAA 2019 വന്നതാണ്. അപ്പോഴൊക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിച്ചതാണ്. അതിലേറ്റവും വലിയ കാതലായിട്ടുള്ള കോസ് വൈ CAA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ടിഷൻ സമയത്തുള്ള നമ്മുടെ നേതാക്കന്മാരെടുത്ത തീരുമാനം, ഒരു മെയിൻ തീരുമാനമുണ്ട്. പാർട്ടിഷൻ്റെ ബേസിസ് മതാടിസ്ഥാനത്തിൽ രണ്ടാക്കുക. മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും ഹിന്ദുക്കൾ ഇന്ത്യയിലേക്കും പോകുന്ന ആ ഒരു ഡിവിഷൻ അക്സെപ്റ്റ് ചെയ്തപ്പോൾ അന്ന് ഡിവിഷന് നേതൃത്വം കൊടുത്ത ആൾക്കാർ ഫേസ് ചെയ്തൊരു മേജർ ചലഞ്ചായിരുന്നു ബന്ധുക്കൾ, ഹിന്ദുക്കളുടെ ബന്ധുക്കൾ അപ്പുറമുണ്ട്, മുസ്ലിങ്ങളുടെ ബന്ധുക്കൾ ഇപ്പുറമുണ്ട്. അപ്പുറത്ത് പോകണമെന്ന് പീഡനം അനുഭവിക്കുകയാണെങ്കിൽ അപ്പുറത്ത് പോകണമെങ്കിൽ അപ്പുറത്ത് പോകണം, തിരിച്ചും വരണം. അതിനൊരു സൊല്യൂഷൻ വേണം. അത് നീണ്ട ഡിസ്കഷന് ശേഷം തീരുമാനിച്ചു, ഇപ്പുറത്തുള്ള മൈനോറിറ്റിക്ക് അപ്പുറം പോകാൻ അവർ ഫെസിലിറ്റേറ്റ് ചെയ്യണം, തിരിച്ചും ഫെസിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിട്ടും സ്വാതന്ത്ര്യം കഴിഞ്ഞ് 2019-52 ഏതാണ്ട് 70-71 വർഷം കഴിഞ്ഞിട്ടും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാനുള്ള ആ പ്രക്രിയ രണ്ട് സൈഡിൽ നിന്നും പ്രോസസ്സ് ചെയ്തില്ല, എനേബിൾ ചെയ്തില്ല. അങ്ങനെ പീഡനം അനുഭവിച്ച മൈനോറിറ്റീസ് അക്യുമുലേറ്റ് ചെയ്യുകയും അവർ പല പ്രൈം മിനിസ്റ്റർമാരുടെയും പിറകെ നടക്കുകയും മൻമോഹൻ സിംഗ് ഒരിക്കൽ അത് വളരെ കാര്യമായിട്ട് മുന്നോട്ട് പോവുകയും എന്നിട്ടും പല റീസൺ കൊണ്ടും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാതെയും വന്ന ഒരു കാര്യം, ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് 2019 ചെയ്തതാണ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ക്രക്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിഷൻ സമയത്ത് കൊടുത്ത വാക്ക് പാലിച്ചത് 70 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അത് നരേന്ദ്രമോദിയാണ്. ഒന്ന്. രണ്ടാമത് ഏറ്റവും പറയുന്ന ഒരു അപവാദമായിട്ട് പറയുന്നത് മൈനോറിറ്റീസ് ഓഫ് പാകിസ്ഥാൻ ഇപ്പുറത്ത് വരാം, മൈനോറിറ്റീസ് ഓഫ് ഇന്ത്യക്ക് അപ്പുറത്തും പോകാം. അതാണ് അവിടെ മൈനോറിറ്റീസ് ഇൻ പാകിസ്ഥാൻ തന്നെയാണ് വരുന്നത്. മുസ്ലിംസ് അവിടെ മൈനോറിറ്റി അല്ല, അവർ മെജോറിറ്റിയാണ്. ഇവിടെയാണെങ്കിൽ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ സിഖ്, ഇങ്ങനെ 6 വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ തീരുമാനം ഈസ് എ കമ്മിറ്റ്മെൻറ്റ്, ഓണറിങ് ദ കമ്മിറ്റ്മെൻറ്റ് ദാറ്റ് ഹസ് ബീൻ ഡൺ ഡ്യൂറിങ് ദ പാർട്ടിഷൻ ടൈം. അതിൽ ഇവർ പറയുന്നത് പോലെ മുസ്ലിമിനെ ഒഴിവാക്കലല്ല. മുസ്ലിം എന്തിന് ഇപ്പുറത്ത് വരുന്നു? എന്തെങ്കിലും ഒരു ജെനുവിൻ റീസൺ ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കണ്ടല്ലോ മലപ്പുറത്ത് തന്നെയല്ലേ ഒരു മുസ്ലിം കുട്ടിക്ക് ഇപ്പുറത്ത് വരേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ കൊടുത്തില്ലേ? ഇത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ആരാണ്? ഓപ്പോസിഷൻ. എന്തിന് പറയുന്നു? മോഡി സർക്കാരിനെ BJPയെ ചീത്തയാക്കിയിട്ട് ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞ് അവരുടെ വോട്ട് പിടിച്ചെടുക്കാൻ തന്നെയാണെന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ പത്രം വായിക്കാത്തയും കാര്യം അറിയാത്തയും ഉള്ള ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതിനും പറഞ്ഞു പറ്റിക്കുന്നതിനും രക്ഷകൻ ചമയുന്നതിനും വോട്ട് വാങ്ങുന്നതിനുള്ള എഫർട്ട് മാത്രമാണ് ഈ CAAയുടെ ആപ്ലിക്കേഷൻ. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു മുസ്ലിമിന് പോറലേക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ഉള്ളവർ എപ്പോഴും ചോദിക്കും, കാര്യം നമ്മൾ 100 പേരെടുത്താൽ ക്ലാരിറ്റി ഉള്ള വായിച്ച് മനസ്സിലാക്കിയ പ്രസ്സിൽ വരുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? കൂടുതൽ ആൾക്കാരും കൺഫ്യൂഷൻ മാത്രമുള്ളവരാണ്. ചിലപ്പം നമുക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മളിതെല്ലാം പരതി ഡീപ്പായിട്ട് പോയി എല്ലാ ഡോക്യുമെൻറ്റും പഠിച്ച് വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ മാറുന്നത്. അങ്ങനെ കൺഫ്യൂഷൻ മാറ്റുന്ന എത്ര പേരുണ്ട്? ആ പോപ്പുലേഷൻ കുറവാണ്. അതിൻ്റെ അഡ്വാൻറ്റേജാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല കാര്യങ്ങൾ മനസ്സിലാകുന്നവർ അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം മനസ്സിലാക്കാത്തവരാകെ പുകമറയായിട്ട് ഇതിൻ്റെ മുന്നിൽ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മതവിഭാഗത്തിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയല്ല നമ്മുടെ പാർട്ടിഷൻ പ്രോമിസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൈനോറിറ്റീസ്. മുസ്ലിം ഒരു മൈനോറിറ്റി ആണോ അവിടെ? അതിനാണ് നമ്മൾ മറുപടി. നമ്മൾ ചുമ്മാ രാഷ്ട്രീയം പറയാതെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിൽ വ്യക്തമായിട്ട് അവിടുത്തെ മൈനോറിറ്റീസ് ഇങ്ങോട്ട് വരാം.
ഇവിടുത്തെ മൈനോറിറ്റീസിന് അങ്ങോട്ട് പോകാം. അത് അനുവദിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണുടച്ച് മുസ്ലിം അവിടെ മൈനോറിറ്റി അല്ല, അവിടെ ഹിന്ദുവാണ് മൈനോറിറ്റി എന്നുള്ള വസ്തുത മറച്ച് വെച്ച് നമ്മൾ സംസാരിച്ച് അതൊരു മതവിഷയമാക്കി മാറ്റി മുസ്ലിങ്ങളെ കയ്യിലെടുക്കുന്ന എന്താ പറയുക ഒരു ടാക്റ്റിക്കാണത്.